രക്ഷാദൗത്യം ഏതാണ്ട് അവസാനിച്ച പോലെയാണ്. അപ്പോൾ എന്താണ് ഞാൻ മിനിങ്ങാന്നും വയനാട്ടിലായിരുന്നല്ലോ. അപ്പോഴും ഞാൻ അവിടുത്തെ MLA ആയിട്ട് ബന്ധപ്പെട്ടു. MLA പറഞ്ഞത് അവർ തീരുമാനിച്ചിരിക്കുന്നത് 4 ദിവസത്തിനകം ചെയ്യണമെന്നാണ്. അപ്പോൾ 4 ദിവസം ഇന്നലെ പൂർത്തിയായി. ഇന്ന് അവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇന്ന് അവിടെ പരിശോധിക്കും. ആഭ്യന്തര മന്ത്രിയായിട്ട് ബന്ധപ്പെടും. അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഉള്ള എല്ലാവരുമായിട്ട് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരെ ഒന്നുകൂടി അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരെല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ, നമുക്ക് എത്ര അടി താഴ്ചയിലാണ് കിടക്കുന്നത്. വീടുകൾ 5 അടി മുതൽ 20 അടി വരെ താഴ്ചയിലാണ് വീടുകൾ ആയിരിക്കുന്നത്. അതിൻ്റെ മീതെയാണ് ഈ സിൽറ്റ്, വലിയ ചെളി വന്നിട്ട് നിന്നാൽ താഴ്ന്നു പോകുന്നത്. നമ്മൾ നിന്ന നിപ്പിൽ നമ്മൾ തന്നെ മുഴുവനായി താഴ്ന്നു പോകുന്ന ചെളിയുള്ളത്. ഒരുപാട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വെളുപ്പിന് 1 മണിക്ക് ഒരു ഇതുണ്ടായി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡ് 2 മണിക്കൂർ ഉണ്ടായി. ഇപ്പോൾ രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത്. ഈ ശിരൂരുണ്ടായൊരു പ്രശ്നം ഇതാണ്. ആദ്യത്തെ അപകടത്തിന് ശേഷം രണ്ടാമതൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തകരെ പോലും അങ്ങോട്ട് പൂർണ്ണമായും നമുക്ക് അവിടെ അവർക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ രണ്ടാമതും മൂന്നാമതും ഉണ്ടായി. രണ്ടാമതുണ്ടായത് ഭയങ്കര കടുത്തതായിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം. അപ്പോൾ എല്ലാ മാർഗങ്ങളും അവരുടെ ആളുകളുണ്ടല്ലോ, കർണാടകത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പരിശോധിക്കും. നമ്മളെല്ലാവരും അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ശക്തിപ്പെടുത്തണമെന്ന് വിസ്മയത്തോടു കൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. അത്രയും ഗൗരവത്തോടു കൂടിയാണ് അവരും എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളെല്ലാവരും മാറി മാറി ഗവൺമെൻറ്റും ഞങ്ങളും മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും എല്ലാവരും, ആ MLA ആണെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അവിടെ നിന്ന് മാറിയിട്ട് പോലുമില്ല ആ MLA അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം നമ്മളെക്കാൾ വാശിയോടുകൂടി ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നിൽക്കുകയാണ്. അപ്പം എല്ലാ പരിശ്രമങ്ങളും എല്ലാ എഫർട്ടും ഉണ്ടാകും. ഒന്നും കൂടി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. ഈ വയനാട് സന്ദർശിച്ചതിൽ എന്താണ് അവിടുത്തെ ഇനി തുടർന്ന്? അല്ല, വയനാട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി കാണാതായ ആളുകളുടെ ബോഡി തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാധ്യമായ എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നമ്മളെ കൊണ്ടാകുന്നത് വരെ. രണ്ടാമത് ക്യാമ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാണ്, വേറെ പകർച്ചവ്യാധികളൊന്നും പൊട്ടിപ്പുറപ്പെടാതെ. ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം ഒരുപാട് പേര് മാനസിക ആഘാതത്തിലാണ്. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും നഷ്ടപ്പെട്ടൊരു വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. അവർക്കുള്ള കൗൺസിലിംഗ് അപ്പോൾ അത് ആരോഗ്യവകുപ്പ് അവർ അവിടെ ചെയ്യുന്നുണ്ട്. 50-ലധികം കൗൺസിലേഴ്സ് അവിടെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടീം അവിടെ ഉണ്ട്. അപ്പോൾ അത് അടുത്തത് നമുക്ക് റീഹാബിലിറ്റേഷനാണ്, ഇവരുടെ പുനരധിവാസമാണ്. അങ്ങോട്ട് വരെ പറഞ്ഞയക്കാൻ പറ്റില്ല, അവർക്ക് ആഗ്രഹമില്ല അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ദീർഘകാലത്തേക്ക് ഈ ക്യാമ്പിലൊന്നും അങ്ങനെ ഈ കുടുംബങ്ങളൊന്നും കിടത്താൻ പറ്റില്ല. അവർക്ക് വാടക വീടുകൾ അന്വേഷിക്കണം, അതിനുള്ള വാടക അവർക്ക് കൊടുക്കണം. ഇപ്പോഴുള്ള ഒരു ഉത്സാഹം കെട്ടുപോകരുത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും വലിയ ഇതിലാണ് ചെയ്യുന്നത്, ആവേശത്തിലാണ് ചെയ്യുന്നത്. ആ ആവേശം കെട്ടുപോകാതെ എല്ലാവരെയും, കാരണം ഈ പുത്തുമലയിലും കവളപ്പാറയിലൊന്നും അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല. എല്ലാവരും വേറെ വിഷയത്തിലേക്ക് പോയപ്പോൾ അങ്ങോട്ട് പോയി. അതുണ്ടാകരുത്. ഇതൊരു വലിയ യത്നമായി തന്നെ നമ്മൾ അത് ചെയ്യണം. അപ്പോൾ ഒരു 400-ലധികം വീടുകളാണ് വെക്കേണ്ടി വരുമെന്ന് കരുതുന്നത്. 100 വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടു. അപ്പോൾ ഗവൺമെൻറ് ഭൂമി തരുവാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പണിത് കൊടുക്കും. ഇനി ഗവൺമെൻറ്റിന് ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ 100 വീട് പണിത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹം അവിടെ MP ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ഹൃദയബന്ധം ആ വയനാടുമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. സ്ഥലം മേടിക്കണമെങ്കിൽ സർക്കാർ സ്ഥലം മേടിക്കണമെന്ന് പറഞ്ഞാൽ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. കോൺഗ്രസ് ആയിരിക്കില്ലേ തീർച്ചയായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പാർലമെന്റിന്റെ